പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല പ്രഭാതത്തെയും നല്ല ദിവസത്തെയും ഓർത്ത് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈ പ്രഭാതത്തിലെ ദേവാലയത്തിൽ പോകുവാനും ബലിയർപ്പിക്കുവാനും ഒക്കെ ദൈവം അനുവദിച്ചു. ആയുസ്സും ആരോഗ്യവും അവസരവും ഒക്കെ ദൈവം തന്നു. പരിശുദ്ധ കുർബാന കഴിഞ്ഞു വന്നിരിക്കുക. നമ്മുടെ സഭയിലെ ഈ വഴിവിട്ട ജീവിതങ്ങളെ കണ്ടിട്ട് ഒരുപാട് സങ്കടം വരുന്നുണ്ട്. കരഞ്ഞും പ്രാർത്ഥിച്ചും മടുത്തു എന്ന് പറയുന്നതായിരിക്കും പലപ്പോഴും സത്യം. എന്നാൽ ഒരു കാര്യം വളരെ സത്യമായി ഞാൻ നിങ്ങളോട് പറയട്ടെ, തെറ്റിന് ശിക്ഷയുണ്ടാകും. ഈ കാര്യം പറയുമ്പോൾ എനിക്ക് സന്തോഷമൊന്നും ഉണ്ടെന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട. ഈ രണ്ട് പിതാക്കന്മാരുടെയും സ്ഥാനം തെറിക്കും. കരിയിൽ പിതാവിനെ പോലെ ഇവരും മാറിയിരിക്കേണ്ടി വരും. അല്ലെങ്കിൽ അവർ വരുന്ന അടുത്ത ഏതാനും നാളുകൾക്കകത്ത് സഭയിൽ ഈ പരിശുദ്ധ കുർബാനയുടെ പ്രശ്നം അവസാനിപ്പിച്ച് സഭയുടെ കുർബാന ചെല്ലണം. ഞാൻ നിങ്ങളുമൊക്കെ കണ്ടു കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലൂടെ ആ നെല്ലിശ്ശേരി അച്ഛൻ്റെ മൃതശരീരത്തോട് കാണിച്ച അവഹേളനം, ആക്ഷേപം. പക്ഷെ ജീവിച്ചിരിക്കുന്ന ആ മനുഷ്യനോട് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പം താൻ ചത്തു കഴിയുമ്പോൾ തനിക്കിട്ട് ഞാൻ പണി തരുമെന്നുള്ള ചിന്തയോടെ ഇരുന്ന കൊടിയ തിന്മയുടെ ഉറവിടമായ പുരോഹിതരെ ഭീകരമായ അവസ്ഥയിൽ കാണിച്ചു. അതെല്ലാം കഴിഞ്ഞു. ഇനി ഞാൻ പറയുകയാണ്, ഈ തട്ടിൽ പിതാവും ഈ പാമ്പ്ളാനി പിതാവും രണ്ടുപേരും സ്ഥാനമാനം നഷ്ടപ്പെട്ടവരായിരിക്കുന്നത് ഒത്തിരി താമസിക്കാതെ എനിക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവരുടെ സ്ഥാനം നഷ്ടപ്പെടുന്നതിനോട് താല്പര്യമൊന്നുമില്ല. തട്ടിൽ പിതാവിനോട് എനിക്ക് പ്രത്യേക സ്നേഹമുള്ളൊരു മനുഷ്യനാണ്, ഒരു നിഷ്കളങ്കനായ മനുഷ്യനാണ്. ആ പുള്ളിയെ എല്ലാവരും കൂടെ കൂടിക്കൊണ്ടുവന്ന് ഈ മേജർ ആർച്ച് ബിഷപ്പാക്കി കൊണ്ടുവച്ച് പറ്റിച്ചതാണ്. അതിന് അത്രയും ചിന്തിക്കാനുള്ള ഒരു അറിവില്ലാഞ്ഞുകൊണ്ട് അദ്ദേഹം അങ്ങ് ഏറ്റെടുത്തത്. പക്ഷേ ഈ കെണിയിൽ അദ്ദേഹവും വീണു. കൃത്യമായിട്ടും ഇവരുടെ രണ്ടുപേരുടെയും അധികാര സ്ഥാനങ്ങൾ നഷ്ടപ്പെടും, കരിയിൽ പിതാവിനെ പോലെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിച്ചിരിക്കുമ്പോൾ വഴക്കും പണക്കവും സ്വാഭാവികം. മരിച്ചു കഴിഞ്ഞാൽ ആരും ആരോടും കിടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കാട്ടിക്കൂട്ടിയ സകല തോന്നിയവാസങ്ങൾക്കും ദൈവസന്നിധിയിൽ കണക്ക് പറയണം, മനുഷ്യൻ്റെ സന്നിധിയിലും കണക്ക് പറയണം. വടക്ക് നിന്ന് തെക്കോട്ട് രണ്ടുപേര് യാത്ര ചെയ്തു. ഒന്നൊരാൾ മുഖ്യമന്ത്രിയായി മാറി, ഒന്നൊരാൾ ഇവിടുത്തെ വികാരിയായി മാറി. മുഖ്യമന്ത്രിയുടെ കൊള്ളരുതാഴിക കൊണ്ട് ഉറപ്പായിട്ട് എടുത്ത് മനുഷ്യരെടുത്ത് ദൂരക്കളഞ്ഞു. വികാരിയുടെ തോന്നിവാസം കൊണ്ട് സഭയെടുത്ത് ദൂരക്കളഞ്ഞു. അതിന് നേതൃത്വം കൊടുക്കാൻ അനുവാദം കൊടുത്ത മേജർ ആർച്ച് ബിഷപ്പിന് ഇത് തന്നെ ഗതി. വേറെ മാറ്റമൊന്നും വരത്തില്ല. ഇത് പ്രവചനമൊന്നുമല്ല കേട്ടോ. അങ്ങനെയൊന്നും ആരും ഇയാൾ തന്നെ വലിയ പ്രവചനം ഒന്നുമല്ല, ഒരു പ്രവചനവുമല്ല, ഒരു പ്രവാചകനുമല്ല. പക്ഷെ ഞാൻ പറയുന്നു, ലോകത്തെ വിതച്ചത് കൊയ്യും, വിതച്ചതേ കൊയ്യത്തുള്ളൂ. പുളിയുടെ തയ്യാ നട്ടതെങ്കിൽ അതിലുണ്ടാകുന്നത് പുളി തന്നെയാണ്. പേര നട്ടാൽ പേരയ്ക്ക, തെങ്ങും തൈ നട്ടാൽ തേങ്ങ, വാഴവിത്ത് നട്ടാൽ വാഴക്കൊല. തിന്മ നട്ടാൽ, അധർമ്മത്തിന് കൂട്ടുനിന്നാൽ അവസാനം വരെ അതിൻ്റെ പിന്നാമ്പുറങ്ങളിലെ കയ്പിൻ്റെ ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ കണ്ടിരിക്കുന്ന മുഴുവൻ. അതിന് നേതൃത്വം കൊടുത്ത ഈ പിതാക്കന്മാർ രണ്ടുപേരും ശിക്ഷിക്കപ്പെടും, അവർ പുറത്തു പോകപ്പെടും. കാരണം ഇത് സഭ കർത്താവിൻ്റെതാണെന്നേ. സഭ കർത്താവിൻ്റെതാ. ഇത് കുറേ സ്ഥാനമാനം കിട്ടുന്നവർക്ക് തട്ടിക്കളിക്കാനുള്ളതല്ലെന്നേ. ഇവർ രണ്ടുപേരും ആ തെറ്റ് ചെയ്തെങ്കിലും ബാക്കിയുള്ള എല്ലാ പിതാക്കന്മാർക്കും ഈ പാപത്തിൽ പങ്കുണ്ട്. കാരണം ആഴ്ചയിൽ ഒരു കുർബാന ചെല്ലിയാൽ മതിയെന്ന് അന്ന് തീരുമാനമെടുക്കുമ്പോൾ പെർമനൻ്റ് സിനഡും ആ സിനഡിൽ സകല പിതാക്കന്മാരും നിശബ്ദത പാലിച്ചെങ്കിൽ കള്ളന് കൂട്ടുനിൽക്കുകയായിരുന്നു, വഞ്ചനയ്ക്ക് കൂട്ടുനിൽക്കുകയായിരുന്നു. ടെൻ്റ് കെട്ടി ഈ വൈദികാർത്ഥികൾക്ക് പട്ടം കൊടുത്തത് തിന്മയാണെന്ന്. എന്തേ വാടാ എൻ്റെ കൂടെ ഇരുന്ന് ആഹാരം കഴിച്ചത്. യൂദാസിനെ പോലെയല്ലേ സത്യത്തിൽ ഈ പിള്ളേരെല്ലാം ഇറക്കി വിട്ടേ, കൊച്ചന്മാരായിട്ട് ഇറക്കി വിട്ടേ. കർത്താവിൻ്റെ മേശയിൽ നിന്ന് കഴിക്കാൻ വേണ്ടി അവർ കയറി അവിടെ കാര്യങ്ങളെല്ലാം ചെയ്തിച്ച് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം, ഇനി നിങ്ങൾ ചെയ്യാനുള്ളത്. യൂദാസിനോട് കർത്താവ് പറഞ്ഞു, നീ ഇനി ചെയ്യാനുള്ളത് എളുപ്പം ചെയ്തോളാൻ പറഞ്ഞ കണക്ക് അവരെ പറഞ്ഞു വിട്ടത്. അത്ര കൊടിയ തിന്മ ചെയ്ത ഇവർ രണ്ടുപേരും ഇവരുടെ
സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ട മനുഷ്യരായി മാറും. ഒത്തിരി താമസിക്കാതെ നമുക്കത് കാണാം. അതിനുവേണ്ടി സത്യത്തിൽ താല്പര്യമില്ലെങ്കിൽ പോലും അതിനുവേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും പുറത്ത് പോകണമെന്ന്. മുഖ്യമന്ത്രി പുറത്ത് പോയി ഇപ്പം ഇവിടെ MLA ആയിട്ട് ഇരിപ്പുണ്ടല്ലോ, പ്രതിപക്ഷ നേതാവായിട്ട് കയറിയിരിക്കുന്നത് നാണക്കേടൊന്നും ഒഴിവാക്കാനാണ്. അപ്പോൾ അതുപോലെ തന്നെ സംഭവിക്കുന്നത് കാണാൻ വളരെ സന്തോഷത്തോടെ കാത്തിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. ഇനിയുമുള്ള കാലമെങ്കിലും ഈ പാപത്തിൽ നിന്ന് പുറത്തോട്ട് വരാനായിട്ട് ഇവർക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടവരുത്തട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.